ഹായ്, ഞങ്ങളുള്ളത് പോർച്ചുഗൽ, അതായത് ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡോയുടെ ജന്മസ്ഥലമായ ലിസ്ബണിലാണ്. അവിടെയുള്ളൊരു ഈ ഒരു സ്മാരകമാണ് എന്താ പറയേണ്ട, വാസ്കോഡ് ഗാമ നമ്മുടെ കൊച്ചിയിലേക്ക് വരുമ്പോൾ കോഴിക്കോട് കാപ്പാടേക്ക് വരുമ്പോൾ അതിന് സ്റ്റാർട്ടിങ് പോയിന്റ് ഫ്ലാഗ് ഓഫ് നടന്ന സ്ഥലമാണ്. അതാണ് ഇവിടെ ഇങ്ങനൊരു ഇതായിട്ട് നടക്കുന്നത്. ഈ സ്ഥലത്തിന് പരിചയപ്പെട്ട ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്, എനിക്ക് വിട്ടുപോയിട്ട് അതുകൊണ്ട്. ബലം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഈ പറഞ്ഞ പോലെ റൊണാൾഡോ ഒക്കെ അടുത്ത കാലത്തുണ്ടായ സൂപ്പർ താരങ്ങളാണല്ലോ പോർച്ചുഗലിൽ. പക്ഷേ അതിനൊക്കെ മുമ്പ് വാസ്കോഡ ഗാമ എന്ന് പറയുന്നൊരു വളരെ ധീരനായ നാവികൻ. കാരണം ഇന്ത്യ എവിടെയാണെന്ന് പോലും അറിയാത്തൊരു കാലത്ത് ഇവിടെ നിന്ന് ധൈര്യമായിട്ട് കപ്പലിൽ 1495 ഇവിടെ നിന്ന് ധൈര്യപൂർവ്വം സ്പൈസസ് ഒക്കെ അന്വേഷിച്ച് അദ്ദേഹം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. വന്നിറങ്ങിയത് കോഴിക്കോട് കാപ്പാട് തീരത്തായിരുന്നു. അതിനുശേഷം 3 യാത്രയുടെ അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് നടത്തി. കൊച്ചിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് ഈ ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു യാത്ര ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. ഇത് 1450 നിർമ്മിച്ച കെട്ടിടമാണ്. എന്തായാലും അതിപ്പോഴും അതേപടി നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ കാപ്പാട് അദ്ദേഹം വന്ന് ഇറങ്ങിയ സ്ഥലത്ത് കാപ്പാട് ഒരു കുറ്റിയെ വെച്ചിട്ടുള്ളൂ. ഇവിടെ കണ്ടല്ലോ എത്രത്തോളം ഭംഗിയായിട്ടാണ് ആ സ്ഥലം ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ഓക്കെ, എന്ന് ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇതൊക്കെ കാണാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ, ബൈ.